Welcome everyone. Students should not be made to stand up from seats in private buses. Strict action will be taken against bus owners if they do so. Minister. എല്ലാവർക്കും സ്വാഗതം. കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവുമായി ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി യുവതി. എല്ലാവർക്കും സ്വാഗതം. ഭാര്യയ്ക്ക് ഇഷ്ടം ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ കൂടെ ഇരിക്കണമെന്നാണ്. പക്ഷെ ഭർത്താവിന് ഇഷ്ടം അവരുടെ കൂട്ടുകാരോട് ഇരിക്കാനായിരിക്കും. ശരിയല്ലേ? എല്ലാവർക്കും സ്വാഗതം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാകുമ്പോൾ ഭർത്താവ് അവളുടെ മാതാപിതാക്കളെയും ചീത്ത വിളിക്കുന്നു. എന്നിട്ട് ഭർത്താവ് പ്രതീക്ഷിക്കുന്നു അവൾ അവന്റെ എല്ലാവർക്കും സ്വാഗതം. പുതിയ വെളിച്ചം വരുമ്പോൾ പഴയതിനെ മറക്കരുത്. കുറച്ചു മുമ്പ് വരെയും നിനക്ക് വേണ്ടി അത് പ്രകാശിച്ചതാണ് എന്നോർമ്മ വേണം. എല്ലാവർക്കും സ്വാഗതം. വേദനിപ്പിച്ചവർ വേദനിപ്പിക്കട്ടെ, അത് മരണം വരെ മാത്രം. എവിടെയോ വെച്ചെടുത്ത തെറ്റായ തീരുമാനത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാൻ പോയാലും ഇതുപോലെ പുട്ടിയടിച്ചു പോണ ആ ചങ്കത്തി ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിലെ ചുന്ദരിക്ക് സെൻഡ് ആക്കിക്കോ. എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിൽ വന്ന യുവതിയോട് പൂ വേണോ എന്ന് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കം. കൽപ്പാത്തിയിൽ 3 പേർക്ക് കുത്തേറ്റു. വ്യാപാരികളും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. എല്ലാവർക്കും സ്വാഗതം. പെൺകുട്ടികളെ പ്രണയം നടിച്ചു വശത്താക്കും. ലഹരി നൽകി എത്തിക്കുന്നത് അനാശാസ്യ കേന്ദ്രത്തിൽ. അക്ബർ അലിയുടെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എല്ലാവർക്കും സ്വാഗതം. ആത്മാർത്ഥത എവിടെ കാണിച്ചോ അവിടെ പറ്റിക്കപ്പെടും. മനസ്സിൽ കളങ്കമില്ലാത്ത മനുഷ്യനാകുമ്പോൾ പറ്റിക്കപ്പെടാൻ എളുപ്പവുമാണ്. സ്നേഹിക്കപ്പെടുകയാണെന്ന് എല്ലാവർക്കും സ്വാഗതം. ആത്മാർത്ഥത എവിടെ കാണിച്ചോ അവിടെ പറ്റിക്കപ്പെടും. മനസ്സിൽ കളങ്കമില്ലാത്ത മനുഷ്യനാകുമ്പോൾ പറ്റിക്കപ്പെടാൻ എളുപ്പവുമാണ്. സ്നേഹിക്കപ്പെടുകയാണെന്ന് എല്ലാവർക്കും സ്വാഗതം. ഒരാളോടുള്ള അഡിക്ഷൻ മാറാൻ എന്താ മാർഗം? പിടിച്ചു നിൽക്കാൻ ഒരുപാട് നോക്കുന്നുണ്ട്, പക്ഷേ തളർന്നു പോവാണ്. നിങ്ങളൊരു വിഷലിപ്തമായ ബന്ധത്തിലാണോ? നിങ്ങൾക്ക് വിട്ടൊഴിയാനും കഴിയില്ല, ഒരുമിച്ച് ജീവിക്കാനും കഴിയില്ല. അവസാനം നിങ്ങൾക്ക് വിശ്വാസവും സമാധാനവും നഷ്ടപ്പെടും. എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും നിങ്ങളെ ഓർക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്നു. കാരണം ഞാൻ നിങ്ങളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ? എല്ലാവർക്കും സ്വാഗതം. സ്നേഹിച്ചു കൊതി തീരും മുമ്പേ എന്നിൽ നിന്നെ അകറ്റിയതെന്തിനാ? എത്ര അകലെയായാലും എന്റെ മനസ്സിൽ എന്നും നീ മാത്രം. എല്ലാവർക്കും സ്വാഗതം. സ്നേഹിച്ചവർ ഒരിക്കലും പോവില്ല. തനിച്ചാക്കി പോയിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹിച്ചിട്ടില്ല, അവർ സ്നേഹം അഭിനയിക്കുകയായിരുന്നു. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വരൻ സ്ത്രീധനം നൽകാത്തതിനാൽ പിന്നീട് പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് സൈനികനായ സഹോദരനാണ്. അവർക്കും സ്വാഗതം കിട്ടിയ സ്നേഹം കള്ളമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിന്റെ താളം തെറ്റുന്നു. സാഹചര്യം മാറുന്നു, മനുഷ്യന്റെ മനസ്സിലെ സ്നേഹവും മാറുന്നു. എല്ലാവർക്കും സ്വാഗതം. ചോദിച്ച സ്ത്രീധനം നൽകിയില്ല വരൻ, വിവാഹത്തിൽ നിന്നും പിന്മാറ്റി. വരന്റെ അനുജൻ പത്തലക്കരം പെൺകുത്തിയെ വിവാഹം കസിച്ചു. എല്ലാവർക്കും സ്വാഗതം. ഉത്തർപ്രദേശിൽ വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിയിരുന്ന 6 പേർ അറസ്റ്റിൽ. അവിടുത്തെ നിയമം ഇങ്ങനെയാണോ? എല്ലാവർക്കും സ്വാഗതം. മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന തത്ത പോലീസ് പിടിയിൽ. തത്തയ്ക്ക് എതിനാവോ ഈ പണം? എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു ഓണസദ്യക്ക് 450 രൂപ വരെയാകും. തേങ്ങ, വെളിച്ചെണ്ണ എന്നിവയ്ക്ക് 3 ഇരട്ടി വില കൂടി. Welcome everyone. 6 people who ran a fake police station in Uttar Pradesh have been arrested. Is the law like that there? എല്ലാവർക്കും സ്വാഗതം. ഡേറ്റിംഗ് ആപ്പിൽ യുവതിയാണെന്ന വ്യാജേന യുവാവുമായി ചാറ്റ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം സുമതി വളവിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. എല്ലാവർക്കും നമസ്കാരം. വിധിയെ പോലും മനക്കരുത്ത് കൊണ്ട് തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഡോക്ടർ മരിയ ബിജുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Welcome everyone. Dr. Maria Biju, 25 years old, is moving forward by defeating destiny with mental strength when it tried to weaken her. Welcome everyone. If there is a goal, no wall is an obstacle. A wicked person, I will not mention the name, Swami. എല്ലാവർക്കും സ്വാഗതം. അവരെനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം കണക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തിരിച്ചു നൽകാൻ കണക്കുകളൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ സ്നേഹത്തോടെ ചെയ്ത കാര്യങ്ങൾക്ക്. എല്ലാവർക്കും സ്വാഗതം. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു മതിലും ഒരു തടസ്സമല്ല. ഒരു ദുഷ്ടൻ, ഒരു വ്യാജ സ്വാമി. എല്ലാവർക്കും സ്വാഗതം. അന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ വളയൂരി കൊടുത്തു. ഇന്ന് ആംബുലൻസിന് മുന്നിലോടി വഴിയൊരുക്കിയതും അതേ പോലീസുകാരി. ഇവർക്കൊക്കെയല്ലേ നമ്മൾ സാല്യൂട്ട് ചെയ്യണ്ടേ? എല്ലാവർക്കും സ്വാഗതം. സ്വർണം വാങ്ങാൻ വന്ന യുവതി കുഞ്ഞിനെ ജുവലറിയിൽ മറന്നുവെച്ചു. എന്തൊരു സ്വർണ്ണ കാര്യം! എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി മൊബൈൽ ആപ്പ് തയ്യാർ. സ്വിഗ്ഗി ഉൾപ്പെടെ താൽപര്യം അറിയിച്ചു. എല്ലാവർക്കും സ്വാഗതം. ഒരു സർവേയിൽ പറയുന്നത് 91% ആളുകളും ഒരിക്കൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിളിച്ചിരുന്ന സുഹൃത്തുക്കളുമായി പിന്നീട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ല എന്നാണ്. എല്ലാവർക്കും സ്വാഗതം. ഹേയ്, നീ എന്ത് ചെയ്യുന്നു? നിന്റെ ഉരുളക്കിഴങ്ങ് തലയൻ ഭർത്താവ് ഉറങ്ങിയോ? അവൾ ഒരു സീരിയൽ കാണുക. ഞാൻ ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി വെളിച്ചെണ്ണ തരാമോ? 2 ഉണക്കമീൻ വറുക്കാനാ എന്ന് അയൽക്കാരനോട് ഒരു സുഹൃത്ത് ചോദിച്ചു. അങ്ങനെ ആ ബന്ധം അവിടെ അവസാനിച്ചു. എല്ലാവർക്കും സ്വാഗതം. അന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ വളയൂരി കൊടുത്തു. ഇന്ന് ആംബുലൻസിന് മുന്നിലോടി വഴിയൊരുക്കിയതും അതേ പോലീസുകാരി. ഇവർക്കൊക്കെയല്ലേ നമ്മൾ സാല്യൂട്ട് ചെയ്യണ്ടേ? എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി മൊബൈൽ ആപ്പ് തയ്യാർ. സ്വിഗ്ഗി ഉൾപ്പെടെ താൽപര്യം അറിയിച്ചു. സ്വാഗതം എല്ലാവർക്കും.
നിങ്ങളെ ഓർക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്നു. കാരണം ഞാൻ നിങ്ങളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ? എല്ലാവർക്കും സ്വാഗതം. സ്നേഹിച്ചു കൊതി തീരും മുമ്പേ എന്നിൽ നിന്നെ അകറ്റിയതെന്തിനാ? എത്ര അകലെയായാലും എന്റെ മനസ്സിൽ എന്നും നീ മാത്രം. എല്ലാവർക്കും സ്വാഗതം. സ്നേഹിച്ചവർ ഒരിക്കലും പോവില്ല. തനിച്ചാക്കി പോയിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹിച്ചിട്ടില്ല. അവർ സ്നേഹം അഭിനയിക്കുകയായിരുന്നു.